ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും കളിക്കാൻ വന്നിരിക്കുകയാണ് എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു, സംഭവം ഓണമൊക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് സമയമൊന്നുമില്ല. അതുമല്ല പരീക്ഷയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് സമയമൊന്നും കിട്ടിയില്ല. അപ്പം ഇന്ന് നമ്മൾ എക്സ്ട്രീമാണ് കളിക്കാൻ പോകുന്നത്. എക്സ്ട്രീം കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മെയിനായിട്ട് കളിക്കാൻ കാര്യം വേറെ വല്ല ഗെയിമായിരുന്നു ഞാൻ കളഞ്ഞേനെ, കാരണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അപ്പോഴേ കളയും. പക്ഷെ ഈ ഗെയിം അങ്ങനല്ലടേ. ബുഗാട്ടി ഡിവോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതിൽ. അത് ഭയങ്കര സ്പീഡെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡാണ് ആ സാധനത്തിന്. പക്ഷേ ആ വണ്ടി നമ്മുടെ കയ്യിൽ ഇല്ല. അത് സംഭവം ടോക്കൺ കൊടുത്താണ് നമ്മളിത് മേടിക്കുന്നത്. അതുകൊണ്ട് ടോക്കൺ എൻ്റെ കയ്യിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്തെവിടെ ഷോറൂം ഉണ്ടായിരുന്നല്ലേ, ഞാൻ ഒരിടത്ത് പിടിക്കാതെ കൊണ്ടുവരുന്നതായിരുന്നു, പക്ഷെ ഇപ്പോൾ അടിച്ച്. ഇത് പിന്നെ ഷെവർലെറ്റിൻ്റെ കെമാരോ എന്ന് പറയുന്നൊരു വണ്ടിയാണ്. ഇത് അത്യാവശ്യം പൊളിപ്പം വണ്ടിയാണ് കേട്ടോ. ഇത് പിന്നെ ഞാൻ ഇടയ്ക്ക് മേടിച്ച് വണ്ടിയൊക്കെ ഇടിച്ച് ദൂരെ കൊണ്ട് കളഞ്ഞ്. നിങ്ങളത് കണ്ട? ആ വണ്ടി അങ്ങ് പോയല്ലേ, അത് തിരിച്ചു വന്നേ. നമുക്ക് ഒന്നുകൂടെ ഇത് ഗ്ലിച്ചായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവേ എനിക്കെന്താ ഇങ്ങനെ സൗണ്ട്. അമ്മ പനിയാണ് ഗീസ്, അതാണ്. ഇവിടെ ഒന്നും ഇല്ലയോ. അപ്പോൾ നമ്മൾ ഇന്നെന്താന്ന് ചെയ്യാൻ വെച്ചാൽ, നമ്മളെ ഒരു സാധനം കാണിക്കാൻ പോയതായിരുന്നു. ആണ്ടാ മിനി കൂപ്പറും കൂടെ പാർക്ക് ചെയ്തിട്ടേക്കുന്നു. ഇതാണ് നമ്മുടെ സ്വന്തം വണ്ടി. പിന്നെ നമുക്ക് ഈ വണ്ടി നിങ്ങൾക്കറിയായിരിക്കും, ഇതിന് മുമ്പേ ഇതിനൊരു നീല കളറായിരുന്നു എക്സ്ട്രീമിൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ. പക്ഷെ ഇത് പച്ചയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ BM ഉണ്ട്, ഔഡിയുടെ ഏതാ വണ്ടി ഇത് ഞാൻ മറന്നുപോയി, അതൊക്കെ പോട്ടെ. ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇച്ചിരി റെയറും സ്പീഡുള്ള വണ്ടി. റെയറാണത്, പഗാനി ഹുയറ ആണ് ഈ വണ്ടിയുടെ പേര്. പിന്നെ നമ്മൾ ഈ ഗെയിം വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഇതിൽ റാപ്റ്ററുണ്ട്. റാപ്റ്ററിനെ കാണാൻ തന്നെ അല്ല എന്നാ രസമാണ്. കിട്ടിയായിരുന്നെങ്കിൽ പിന്നെ ഓഫ് റോഡിങ്ങാണ്. പിന്നെ ഇതൊരു ഫെറാറി സംതിങ്, ഇതിൻ്റെ പേരെനിക്കറിയായിരുന്നു, മറന്നുപോയി. ഇത് നമ്മുടെ ഫോർഡിൻ്റെ മസ്താങ്ങാണ്, ഓൾഡ് മോഡലാണ്. സാധനം വിഷയം കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ സ്വന്തമില്ല, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇതാണ് ലാ ഫെറാറി, നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ അൺലോക്ക് സ്റ്റാറ്റസ് എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, 732.92800 സംതിങ് അങ്ങനെ ഉണ്ടല്ലേ. അതെന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ നമ്മൾ വീണ്ടും ബാക്ക് അടിച്ചോ. ഈ നമ്മുടെ സ്പീഡൊക്കെ കാണിക്കുന്നതിൻ്റെ അടിയിൽ കണ്ട വേറെന്തോ ഒരു സംഭവം. ഓടാ ടാഗറിന് മണ്ടയ്ക്ക് അയ്യൂടാ. കൊള്ളാം. അപ്പോൾ ഇതിൽ 800 കിലോമീറ്റർ ഇങ്ങനെ ഉണ്ട്. 800 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ
നമുക്കൊരു സാധനം കിട്ടും. ആണ് നേരത്തെ നിങ്ങൾ കണ്ട ലാഫെറാറി. എടാ ഇവിടൊക്കെ കാർ കിടക്കുന്നടാ. കാറല്ലേ ഇത്? എന്തൊരു ഒരു വണ്ടി. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും 800 കിലോമീറ്റർ അടിച്ച് നമ്മുടെ ലാഫെറാറി ഉണ്ടല്ലേ, ആ ലാഫെറാറി ഞാനങ്ങ് മേടിക്കുകയല്ല, അവർ ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സ്വന്തം എയർപോർട്ടിലോട്ട് വിട്ടേക്കാം. കാരണം ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ ഭയങ്കര സ്ഥലമല്ലേ. ഇപ്പോൾ ഓട്ടിക്കാമല്ലോ. ബെസ്റ്റ്. ചിലപ്പോൾ ലക്കിനും അല്ലേ അതിൻ്റെ ഇടയ്ക്കൂടെ പോകത്തുള്ളൂ. ഞാനതൊന്നും നോക്കിയതാണ്, പക്ഷെ നടന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇത് കിലോമീറ്റർ കൂട്ടാനുള്ള പരിപാടി നോക്കാം. പക്ഷെ ഇതിലിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതിൽ സംഭവം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന ദൂരം പോയി എന്ന് വിചാരിച്ചോ, 305 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ കിട്ടും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് സംഭവം. 800 അടിക്കുന്നത്. 800 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല ലാഫെറാറി കിട്ടും. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ വണ്ടി ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാണെന്ന്. എന്നല്ല, എനിക്ക് ഇതും ഇങ്ങനെ കുറേ ദൂരം പോയി കിട്ടിയ. അതുകൊണ്ട് റിവാർഡ് അൺലോക്ക്ഡ് കാണിക്കുന്നില്ലയോ, 5000 റുപ്പീസ് ടാപ്പ് ഹിയർ ടു ക്ലെയിം. 5000 രൂപ എനിക്ക് കിട്ടി. 452. പിന്നെ ഗൈസ് ഇതിൽ ഈ ഒരു വേൾഡ് ഉണ്ടല്ലോ, ആ വേൾഡിൻ്റെ പുറത്തോട്ടൊക്കെ പോകൂടെ. എയർപോർട്ട് പോയതുണ്ട്. അല്ല എയർപോർട്ട് പോയത് പ്ലെയിൻ പോയതുണ്ടോ എന്നാ കൂടെ വന്നത്? അത് ശരി. ഞാൻ എങ്ങോട്ട് പോയാടെ ചരിഞ്ഞു പോയി. ഇതിലേ ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓട്ടിച്ചാണ് സംഭവം. ഓട്ടിച്ചാണ് ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി അവിടെ ആ മലയുണ്ട്, അവിടെ കാണിച്ചു തരാം. അതുകൊണ്ട് ആ ഫ്രണ്ടിൽ കാണുന്ന ചെറിയ മല ഉണ്ടോ, അവിടെ പോയിരുന്നു ഈ വണ്ടി. ഞാൻ എൻ്റെ കിളിയൊക്കെ പോയി. ഞാൻ ഈ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ഇത് കളിക്കുമ്പോൾ ആ വേൾഡിന് പുറത്തോട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ടും അത് നടന്നില്ല. ഞാൻ വിചാരിച്ചു ഇത് ചുമ്മാതെ നമ്മളെ പറ്റിക്കാൻ. അയ്യോ, പിന്നെ ഇതിലേക്ക് കയറിയാൽ പിന്നെ ഇതിന് ഭ്രാന്താണ്. വേറെ കാര്യം, നമ്മളിതിൽ വെറുതെ ഇങ്ങനെ നടക്കാൻ പോവുമല്ല. ഇത് കഴിഞ്ഞാൽ ഞാൻ മൾട്ടിപ്ലെയറിന് പോവാണ്. മൾട്ടിപ്ലെയർ നിങ്ങൾക്കറിയായിരിക്കുമല്ലേ. ഓക്കെ തട്ടി ഇടിച്ച് അടിച്ചിവിടെ വീണ്. എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. നമുക്കൊന്ന് റിപ്പയർ ചെയ്തിട്ട് നമുക്കൊന്ന് പറക്കണം. പറക്കണമെന്ന് പറഞ്ഞുള്ളൂ, പറന്നല്ലേ. ആകാശത്ത് നല്ല പോലെ പറക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറന്നു. ഓക്കെ 400 പോകുന്നത്. 400 മോനെ നമ്മള് 437 ഉള്ളൂ. എനിക്കൊരോ 400 എന്തുകൂടെ എനിക്ക് കണ്ണ് കാണത്തില്ലയോ. 852 കഴിഞ്ഞാൽ വീണ്ടും ഒരു 5000 രൂപ കിട്ടും. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനല്ലേലും
പൈസ കൊണ്ട് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യും, അല്ലാതെ അങ്ങനൊന്നുമില്ല. വണ്ടി തന്നെ മേടിക്കത്തൊന്നുമില്ല, ഫ്രീ ആയിട്ട് കിട്ടിയാൽ കിട്ടി, ഓക്കെ. പിന്നെ അടുത്ത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്ത് ശരിയാക്കി മോഡിഫിക്കേഷൻ ചെയ്ത് അതും ചെയ്ത് ഇതും ചെയ്ത് വരുമ്പോൾ ബാങ്കിലെ അക്കൗണ്ടിൻ്റെ പൈസ മൊത്തം കഴിയും. അതാണ് മിക്കപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പറ്റുന്ന തെറ്റ്. ഇതിലേ ഓരോ വീഡിയോ കണ്ടാലാണ് ഇതിൽ ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. ടോക്കൺ കിട്ടിയ മോനെ വിഷയമായിരിക്കും സത്യം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബുഗാട്ടി ഡിവോയാണ്. അതിങ്ങനെ എത്രയോ നേരത്തേക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓട്ടിക്കാൻ എനിക്കെന്തോ വന്ന്, അങ്ങനെ ഞാൻ ഇത് ഒന്ന് ഓട്ടിച്ച് നോക്കിയാണ് മോനെ വിഷയ സാധനം കേട്ടോ. അതിൽ അതിൻ്റെ സ്പീഡൊക്കെ ചെക്ക് ചെയ്തപ്പോൾ തന്നെ വരുന്നത് 500 1 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ്, ബാക്കി 2 മിനിറ്റ് കൊണ്ടൊക്കെ 600 കഴിയുമായിരിക്കുമേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഇന്ന് മറ്റേ 800 അടിക്കാൻ പറ്റൂല. അപ്പോൾ നിങ്ങളെ ഒന്ന് മൾട്ടിപ്ലെയറും കൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ അങ്ങോട്ട് നിർത്തുവാണ്. നമുക്ക് എന്തായാലും ബാക്ക് അടിക്കാം. എന്തായാലും നമ്മുടെ ഷോറൂമിലോട്ട് വിടാം. അപ്പോൾ ഉടനെ പരസ്യം വരും, അതെനിക്കറിയാം. ഷോറൂമിക്ക് ഞാൻ ഷോറൂമിൽ കയറിയില്ല. ബൈ വൃത്തിയപ്പോൾ ഞാൻ ചോദിച്ചു കയറിയോ, അത് വിഷയം. മൾട്ടിപ്ലെയർ ഓക്കെ. ഇതുകൊണ്ട് റേസിനൊക്കെ പോയാൽ നമ്മൾ എവിടെ പോകുന്നു? നമുക്കൊരു എന്ത് പരസ്യമുള്ളത്? BGMI വിഷയം കൊള്ളാലോ. ഇതോട് നമ്മുടെ കാര്യത്തിലോട്ട് പോവാം. മനുഷ്യനെ വെറുപ്പിച്ച് വാ സെർച്ചിങ് ഫോർ പ്ലേയേഴ്സ്. പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ലേ ഇപ്പോഴും? എന്തുവാണ് ഇത്? കിട്ടി വന്നില്ല. ഓക്കെ, അതാണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ വണ്ടി മസറാട്ടി. ഇപ്പം ഇതിന് പേര് കിട്ടി കേട്ടോ, മസറാട്ടി. നമുക്ക് അവരെ ഫോളോ ചെയ്യാം. എന്നെ ഒരു വട്ടം ഒരുത്തൻ ഇങ്ങനെ ഫോളോ ചെയ്ത്, ഞാൻ ഫോളോ മീന്നും പറഞ്ഞ് വേൾഡിൻ്റെ പുറത്തോട്ട് പോയി. അവൻ ഇങ്ങനെ ഞാൻ ഗ്ലിച്ച് അടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയാ, എടാ എന്തൂടാ അമ്മേ ഏറത് മസറാട്ടിക്കാരൻ. അവനെ ഇന്ന് ഞാൻ ഇടിക്കുമല്ല. എന്തെറ്റി? ഇവിടെ രാത്രി ആവാറായതാടാ. ഞാൻ ചേച്ചിത് എന്തിയെ മറ്റേ ചെറുക്കൻ അല്ല മസറാട്ടി എന്തിയെ? ഞാൻ വിചാരിച്ച അവനെ എയർപോർട്ടിലോട്ടാന്ന്. കറക്റ്റാ അവൻ. ഏടാ ഇവരെന്നെ എന്ത് വട്ടക്കറപ്പിക്കുന്ന മനുഷ്യനെ കൊണ്ട്.
എന്താടാ മനുഷ്യനെ വന്ന് ഇടിച്ചിട്ട് എന്താ കാര്യം പറയാ. അല്ല ഇത് ഇമോജി ചെയ്യത്തില്ല അങ്ങനെ. അതെ ഇവിടെ പ്രാന്താടാ. ഇവിടെ നമ്മളെത്രയോ കിടന്നല്ലേ. ഇവിടെ പാവ എന്നെ ഇടിക്കാൻ വന്ന കേട്ടോ. എന്താടാ അവൻ ഫോളോ മീന്ന് കാണിച്ചിട്ട് വന്നില്ലല്ലോ അവൻ. ഓ കൊമേഴ്ഷ്യൽ ബ്രേക്ക്. അവനടിക്കും. അയ്യോ ആണോ? അജാബ് അൻസാരി എന്തൊരു പേരടാ അത്. പ്ലേ സ്റ്റോറിൽ കയറിയാ സൂപ്പി എൻജോയ് ലൂഡോ ഓൺലൈൻ ഗെയിംസ്. അപ്പോൾ അതിൽ GTA 5 ഒക്കെ കളിക്കാൻ പറ്റുമോ? അയ്യോ മസറാട്ടി മുങ്ങി. എന്നിട്ട് നമുക്ക് വേറെ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല കേട്ടോ. എടാ നമ്മൾ ജസ്റ്റ് ഒന്ന് എയർപോർട്ടിൽ പോകുന്നു. അവിടെ നമുക്ക് ആരൊക്കെയുണ്ട്. ആരെയും കാണുന്നില്ലല്ലോ. ആരും കാണാതിരിക്കാൻ വഴിയൊന്നുമില്ല. ഇവിടെ കാണും. അമ്മേ ഇടിക്കല്ലേ. അയ്യോ വിളിച്ചു. എന്തോ ഹാങ് ആവുന്ന. ഇവിടെ എന്തോടത് എന്തോ പോയേ. എന്തോ സാധനം എന്നെ വന്നിടിച്ച്. അത് മാത്രമല്ല, ഞാൻ ഇവിടെ ഒരു വെള്ള ഫെറാറി ഉണ്ടായിരുന്നു. ഇതോണ്ടാ ഓക്കെ വിളിച്ചപ്പോ എന്നാ സന്തോഷം. ഇവിടെ എൻ്റെ അതേ വണ്ടിയും കൊണ്ട് വന്നേക്കുന്നൊരു അവന്മാരൊക്കെ അല്ല ഇവിടെ. എൻ്റെ മോനെ അയ്യോടാ. എന്തുവാ അവരൊക്കെ അവിടെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയോ. ഇവിടെ അമ്മരൊക്കെ ഷെവർലെറ്റാ കൊള്ളാം കേട്ടാ. എന്തിയടാ പോയവൻ. നമുക്ക് എന്തായാലും റൈസിന് വിളിക്കാം. ഓക്കെ എന്ത് കൊള്ളാം ഒറ്റഞ്ഞിട്ടുന്ന. അവരെ കാണുന്നില്ല ഗൈസ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചൊക്കെ നിർത്താം. നമുക്ക് നോക്കാം അവൻ എന്ത് ചെയ്യുന്നെന്ന്. എന്നെ ഒന്ന് ഇടിച്ചതാ. അവൻ എന്തിടെ അതെ എയറോപ്ലെയിൻ. അയ്യോ എയറോപ്ലെയിനും എന്നെ ഒന്ന് ഇടിച്ചോ. ഞാൻ അറിഞ്ഞില്ലല്ലേ. അയ്യോ പെട്ട് വീഡിയോ എടുത്താന്ന് വിചാരിച്ചപ്പോൾ. ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാണ്. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോ, അതാണ് എനിക്ക് വേണ്ടത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വെറുതെ വേണമെങ്കിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.